ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് വീട് പണിയുടെ രണ്ടാമത്തെ പാർട്ടുള്ള വീഡിയോ ആണ്. അത് ഇന്നലെ ഇടാൻ പറ്റിയില്ല, ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിന് പകരം വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ മുകൾക്ക് എടുത്ത വെയിറ്റ് കുറഞ്ഞ കല്ല്. ഞങ്ങൾ AC ബ്ലോക്ക് ആയിരുന്നില്ല എടുത്തിട്ടുള്ളത്, ഇതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുറേ നായ്ക്കളും ഉണ്ട്, അതേമാതിരി കുതിരൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്, നല്ല വ്യൂ ആണ്, അടിപൊളി വ്യൂ ആണ് അവിടെ ഉള്ളത്. അങ്ങനെ കല്ല് കൊണ്ടുവന്ന് ഇറക്കി, പിന്നെ മുകൾക്ക് പണിയാനുള്ള കാര്യങ്ങളൊക്കെ തുടത്തി. അങ്ങനെ അൽഹംദുലില്ലാ മാഷാ അല്ലാ കട്ടില വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കോർണർ ജനാലയാണ് കേട്ടോ ഇത് ഹാളിൽ, മുകളിലത്തെ നിലത്തെ ഹാളിലായിട്ടാണ് ഈ കോർണർ ജനാല. കാരണം അവിടെ ഭയങ്കര ഇരുട്ട് കൂടിയ രീതിക്കാണ് ഇപ്പോൾ. സോ കുറച്ചുകൂടി വെളിച്ചം വരാൻ വേണ്ടിയിട്ട് ഇതാണ് ബെറ്റർ. അങ്ങനെ ഹാളിലായിട്ട് 2 ജനാല ഉണ്ട്. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പത്തിനും അടുത്ത ട്രിപ്പ് കല്ല് വന്നിട്ടുണ്ടായിരുന്നു. അതിനി കുറച്ചും കൂടി കംപ്ലീറ്റ് ആക്കാനുള്ളതുകൊണ്ട് അടുത്ത ട്രിപ്പ് വന്നു. അപ്പോൾ അത് മുകൾക്ക് ആരും കയറ്റില്ല, നമ്മൾ വേറെ പണിക്കാരെ വെച്ചിട്ട് നമ്മളതങ്ങനെ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ പഠിക്കുന്ന ആൾ ഇത് കയറ്റൂല, അയാൾ പഠിക്കുക മാത്രമേ ചെയ്തിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഒരു കല്ല് പഠിക്കാൻ 10 രൂപയാണ്, 29 രൂപയാണ് ഒരു കല്ലിന്. അപ്പോൾ പരിചയമുള്ളതുകൊണ്ട് 28 രൂപക്കാണ് കേട്ടോ കല്ല് തന്നിട്ടുള്ളത്. 700 കല്ല് ഒരു ലോഡിൽ കൊള്ളും. അങ്ങനെ 4 ലോഡാണ് ടോട്ടലി ഇറക്കിയിട്ടുള്ളത്. ഈ കട്ടിലിൻ്റെ ഉള്ളിൽ സിമൻറ്റും മണലും ഒക്കെ വെച്ച് നിറച്ചിട്ട് അത് മുകളിലേക്ക് കയറ്റി വെക്കാൻ 350 രൂപയാണ് കേട്ടോ ഇയാൾ പറഞ്ഞിട്ടുള്ളത് ഒരു പീസിന്. അങ്ങനെ 7 പീസുണ്ട്. പിന്നെ വെന്റിലേഷൻ അയാൾ പീസ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് പടവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നനയ്ക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ കല്ലിന് അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. വെള്ളാണ്ട് നമ്മൾ നനച്ചൊന്നും കൊടുക്കണ്ട, അങ്ങനെ ഉള്ളത് കൊണ്ട്. പിന്നെ ഇവിടെ വെള്ളത്തിന് കണക്ഷനൊന്നും എടുത്തിട്ടില്ലാത്തത് കൊണ്ടും ഞങ്ങൾക്കതൊരു ലാഭമായിട്ട് തോന്നിയതുകൊണ്ടാണ് ആ AC ബ്ലോക്ക് മാറ്റിയിട്ട് ഈ ഒരു കല്ലെടുക്കാനുള്ള മെയിനായിട്ടുള്ള ഒരു കാരണം കേട്ടോ. പിന്നെ ഇത് മുകളിലത്തെ നില ചൂട് ഭയങ്കര കുറവാണ് കേട്ടോ ഈ കല്ലിന്. പാലക്കാട് ജില്ലയിൽ ഭയങ്കര ചൂടാണല്ലോ, അപ്പോൾ പിന്നെ ചൂടിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ബ്ലോക്കാണിത്. സോ വാപ്പാക്ക് അതായിരുന്നു താല്പര്യം, ഇതെടുത്താൽ മതി എന്ന്. പിന്നെ അധികം നമ്മളിട്ടിട്ട് തേക്കുകയും ചെയ്യണ്ട കേട്ടോ, ഒരു ചെറിയതായിട്ട് തേച്ച് കൊടുത്താലൊക്കെ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എടുക്കാൻ കാരണം. തേപ്പിനാണല്ലോ മെയിനായിട്ട് തോനെ പൈസ പോവൽ. സോ അതുകൊണ്ട് തേപ്പൊക്കെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി ശരിക്കും ഇതിൽ. അതുകൊണ്ടാണ് ഈ ഒരു കല്ല് മെയിനായിട്ട് എടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. വീട്ടിൽ 3 റൂമാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു റൂമാണ്. അപ്പോൾ ഇതാണ് ഒരു റൂം. പിന്നെ ഹാളാണ് കേട്ടോ ഇത്. ഇതിൽ 2 ജനാലയാണ് കൊടുത്തിട്ടുള്ളത്. വെളിച്ചം കുറച്ചും കൂടി നല്ലോണം വേണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഇതങ്ങനെ കേട്ടോ കൊടുത്തിട്ടുള്ളത്. റൂമിൻ്റെ അളവുകളാണ് 10x10, 10x15 9, 9x10. ഇതൊക്കെ കേട്ടോ റൂമിൻ്റെ അളവുകൾ. ഹാളിലും അതേമാതിരി ഒരു റൂമിലും മാത്രമാണ് കേട്ടോ, ഈ ഫ്രണ്ടിൽ കാണുന്ന ആ റൂമിൽ മാത്രമാണ് കട്ടില വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ളിടത്ത് കൂടെ ഒക്കെ നമ്മളിങ്ങനെ റെഡിമെയ്ഡ് കട്ടില വെക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. ഈ റൂമിലാണ് കട്ടില വെച്ചിട്ടുള്ളത്, വേറെ റൂമിലൊന്നും വെച്ചിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് സിറ്റ് ഔട്ടാണ് കേട്ടോ, ചെറിയ സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത്രയ്ക്ക് തന്നെ ഉള്ളൂ. പിന്നെ ഈ കട്ടില വെച്ച റൂം ഉള്ളത് ഞങ്ങളുടെ അടിയത്തെ കിച്ചൻ്റെ മുകളിലായിട്ടാണ് ആ റൂമുള്ളത്. ഇത് പുറത്തുനിന്ന് കാണുന്ന വ്യൂ ആണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈർ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു ചെയ്ത വർക്കൊക്കെ അത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഇപ്പുറത്തെ സൈഡ് ഭാഗമാണ് കേട്ടോ. ഇപ്പുറത്തെ പറമ്പിൽ ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് എടുത്ത വീഡിയോസാണ് ഇത്. ആ ഭാഗത്ത് കിട്ടാൻ ഞങ്ങളുടെ പറമ്പിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് നേരെ അങ്ങനെ എടുത്തത് തന്നെ ഉള്ളൂ കേട്ടോ. കുറേ അധികം ജനാലകളാണുള്ളത്. കാരണം ഇവിടെ സൈഡും മുഴുവൻ ചുറ്റിങ്ങനെ ഇരുണ്ടായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ ഉള്ളിലേക്കാണെങ്കിലും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ഡാർക്കായിട്ട് ഫീൽ ചെയ്യും. സോ അതുകൊണ്ട് കുറച്ച് വെളിച്ചെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് മാക്സിമം പറ്റുന്ന രീതിക്ക് ഇതേമാതിരി ജനാലകൾ വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ കോർണർ ജനാല വെക്കാൻ മെയിനായിട്ട് കാരണം അതിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം മുന്നിൽ നിന്നുള്ള വെളിച്ചവും സൈഡിൽ നിന്നുള്ള വെളിച്ചവും ഒക്കെ പാടെ കൂടി വേണമെന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്.
വീട് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണം. എല്ലാവരും കാണുന്നുണ്ട്, ബട്ട് കമൻറ്റ് ഒന്നും ചെയ്യുന്നില്ല. മാക്സിമം കമൻറ്റ് ചെയ്യുക. കാണുന്നവരൊക്കെ ലൈക്ക് അടിച്ചിട്ടൊന്ന് പോവണം കേട്ടോ. പിന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു കണക്ഷനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. വെള്ളത്തിനുള്ള കണക്ഷന് അത് പിന്നെ മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് നമുക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഫോർമാറ്റൊക്കെ കംപ്ലീറ്റ് ചെയ്താലേ വെള്ളമൊക്കെ ഇതിൻ്റെ കണക്ഷനൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കണക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വലിയൊരു കാര്യമായിട്ട് തോന്നി. കാരണം അവിടുത്തെ ഒരാളാണ് നമുക്ക് എല്ലാ സഹായവും ചെയ്തത്. ഒരു ഫാമിലി, അവർ പാവപ്പെട്ടവരാണ്, പക്ഷെ നല്ല രീതിക്ക് സഹായിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും. വീട്ടിലുള്ള പണിക്കാരെ വരെ ഒപ്പിച്ചെന്നത് കാക്കയായിരുന്നു കേട്ടോ. അവരുടെ ഫാമിലി നല്ല രീതിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പണിക്കാർക്ക് ചായ കൊടുക്കാനാണെങ്കിലും ഉമ്മ വൈകുന്നേരം വരെയൊക്കെ അവിടെ നിൽക്കുമ്പോൾ അവരായിരുന്നു ഹെൽപ്പിനൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ പിന്നെ ഞങ്ങളൊന്നും ഞങ്ങൾക്ക് എത്താൻ പറ്റാത്ത ടൈമിങ്ങിലൊക്കെ അവർ തന്നെയായിരുന്നു പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയതും ക്ലിയർ ആണോ, പണിയൊക്കെ എടുക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതൊക്കെ അവർ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഈ പണിക്കാരൊക്കെ ഏൽപ്പിച്ചതും അവരോട് കൃത്യ ടൈമിൽ വരാൻ പറഞ്ഞതൊക്കെ ആ കാക്കയും അയാളുടെ ഫാമിലി ആയിരുന്നു. പിന്നെ മിക്ക പണിയുടെ ടൈമിലൊക്കെ ആച്ചു തന്നെയായിരുന്നു അപ്പം പോയിരുന്നത്. അവിടെ ചെറിയ കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് അൽത്താഫ് ഇവിടെ നിന്നിരുന്നു. കാരണം ചെറുതിന് അൽത്താഫിനെ പറ്റുള്ളൂ. സോ അങ്ങനെ അവനും അവിടെ നിൽക്കലായിരുന്നു. പിന്നെ സ്കൂൾക്കൊക്കെ പോയിട്ട് വൈകുന്നേരം ആകുമ്പോൾ സ്കൂളുള്ള ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഓരോരുത്തർ ഓരോ ദിവസമായിട്ട് അങ്ങനെ ലീവ് എടുക്കുകയായിരുന്നു. കാരണം യാസ അവനെ നോക്കാൻ വേണ്ടിയിട്ട്, ബേബിനെ നോക്കാൻ വേണ്ടിയിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓരോ ദിവസം ഓരോരുത്തർ ലീവ് എടുത്തിട്ട് അങ്ങനെ നിൽക്കും. അപ്പോൾ ഒറ്റയ്ക്ക് പോവും. അല്ല ഇനിയിപ്പോൾ സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ആരെങ്കിലും ഒരാളെ അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയിലൊക്കെ റാസിലിനെ കാണുന്നത് കേട്ടോ. ഒരു ദിവസം മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടാണല്ലോ, ഇത് വീഡിയോ കഴിഞ്ഞിട്ടില്ല. ഇനിയും ഒരു തേർഡ് പാർട്ടിനുള്ള വീഡിയോ ഉണ്ട് കേട്ടോ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള വീഡിയോയും കൂടി ഉണ്ട്. ഇൻഷാ അല്ലാ കഴിയുന്നിടത്തോളം നമ്മൾ അത് ഇടുന്നതാണ്. കുറച്ച് ലേറ്റായിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അത് ടൈം കിട്ടലില്ല, ഫസ്റ്റ് പ്രോബ്ലം അതാണ്. പിന്നെ മുകളിൽ അതേമാതിരി 3 റൂമും ഒരു ഹാളും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ ഉള്ളത്. അത് ഈ സ്റ്റെപ്പ് കയറി വരുന്ന വൈക്കുള്ള ആ റൂമിലാണ് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂം. ഇതാ ഈ റൂമിലാണ്, ഇതിൻ്റെ അപ്പുറത്തെ റൂമിലാണുള്ളത്. ഈ റൂമിലാണുള്ളത്. ഒരു റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ടൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതിങ്ങനെ സ്റ്റോർ റൂം മാതിരി ആക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൽ വെന്റിലേഷനോ അങ്ങനെ ഒന്നും ഇല്ല. അത് ബുക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ആണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് പണിത് വെച്ചിട്ടുള്ളത്. ഇത് ബാത്റൂമാണ് കേട്ടോ. മുകളിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമിൻ്റെ ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണം. ആൻഡ് വീഡിയോ എങ്ങനെയുണ്ടെന്നും ഒന്ന് അറിയിക്കുക. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇൻഷാ അല്ലാ അപ്പോൾ നെക്സ്റ്റ് പാർട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.